ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകങ്ങളായ ലോകങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, പോറ്റിക്കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഉടമസ്ഥനാണ് അവൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരിപാലനം, പടച്ച തമ്പുരാൻ്റെ തർബിയത്ത്, അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഡെവലപ്മെന്റ് ഈ ലോക ജീവിതത്തിൽ, ഈ ദുനിയാവിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല. ഈ ദുനിയാവിനപ്പുറത്തുള്ള, ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യ ലോകങ്ങളായ ലോകങ്ങൾ, ആ ലോകങ്ങളുടെയും പരിപാലകനായി അള്ളാഹുവിനെ കാണണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. എന്ന് വച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം ഓതുമ്പോൾ, എന്നെ ജനിപ്പിച്ചവനായ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, എന്നെ ജീവിപ്പിക്കുന്നവനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എനിക്കന്നം തരുന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എനിക്കാരോഗ്യം തന്നവനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എനിക്ക് കുടുംബത്തെ തന്നവനായ നാഥ നിനക്കാണ് സർവസ്തുതിയും, എനിക്ക് വീടും വാഹനവും തന്നവനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എനിക്ക് സുഖവും സന്തോഷവും തന്നവനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്നിങ്ങനെ എനിക്ക് ഈ ലോക ജീവിതത്തിൽ ഏതൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും തന്നവനായ നാഥ നിനക്കാണ് സർവസ്തുതിയും. ഈ ഒരു പരിധിയിൽ, ഈ ഒരു ബൗണ്ടറിയിൽ നിന്നുകൂടാ. പിന്നെയോ ഈ പരിധിക്കപ്പുറത്തുള്ള, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അപ്പുറത്തുള്ള ലോകങ്ങളിലെ തർബിയത്തിലേക്കും നമ്മുടെ ചിന്ത ഒന്ന് സഞ്ചരിക്കണം. സാധാരണ നാം അൽഹംദുലില്ലാ പറയുമ്പോൾ ഇവിടെ കിട്ടിയതും, ഇവിടെ സുഖിച്ചതും, ഇവിടെ സൗകര്യങ്ങൾ ഒരുങ്ങിയതും, ഈ ഒരു മേഖലയിൽ മാത്രം നമ്മുടെ ചിന്താ മണ്ഡലം കിടന്ന് കറങ്ങും. അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ നമ്മുടെ ചിന്ത പോവില്ല. എന്നാൽ ഈ ആയത്തിന്റെ പരിധി ദുനിയാവും വിട്ട് കടക്കും. ദുനിയാവല്ലാത്ത ലോകങ്ങളിലെ പരിപാലനത്തിലേക്കും ഇതോതുന്ന മുഅ്മിനിന്റെ ചിന്ത പ്രവേശിക്കും. എന്നിട്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹംദ്, ലോകങ്ങളായ ലോകങ്ങളെയൊക്കെ സംവിധാനിച്ചു പോറ്റുന്നവനായ നാഥ, ആ പരിപാലനത്തിനൊക്കെയും, ആ പരിപാലനങ്ങൾക്കൊക്കെയും ഏത് ലോകത്ത് ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഏതൊരു ലോകത്ത് ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നുവോ, ഏതൊക്കെ ലോകങ്ങളിലേക്ക് ഇനി എനിക്ക് കടന്നു പോകാനുണ്ടോ, അവിടങ്ങളിലൊക്കെയും പോറ്റുന്ന, പരിപാലിക്കുന്ന അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എന്ന് വെച്ചാൽ ഇത് ഓതുമ്പോൾ ഈ ദുന്യാവ് വിട്ടു പോണം. നമ്മൾ ഇവിടെ കെട്ടിക്കുടുങ്ങി നിൽക്കാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വെച്ചത്, മനുഷ്യ ജീവിതം ഈ ദുനിയാവിൽ മാത്രമല്ല, മനുഷ്യ ജീവിതം പരലോകത്ത് മാത്രമല്ല. പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നു, മനുഷ്യന്റെ ജീവിതത്തിന് 5 ഘട്ടങ്ങൾ. ആലമുൽ അർവാഹ് 1, ആലമുദ്ദുന്യാ 2, ആലമുൽ ബർസഖ് 3,
ആലമുൽ ഹശ്ർ 4, ആലമുൽ ആഖിറ അൽ ജന്നത്തു അവിന്നാർ 5. ഇതിലൊന്നാമത്തെ ഘട്ടമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്തുള്ള ജീവിതം. അങ്ങനൊരു ജീവിതം നമുക്കൊക്കെ കഴിഞ്ഞുപോയി. വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ആലമുൽ അർവാഹ്, അവിടത്തെ ജീവിതം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങൾ ആ ലോകത്ത് നാം ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞവരാണ് നമ്മളൊക്കെ. ആത്മാക്കളുടെ ലോകത്തുള്ള ജീവിതം അവിടെ ജീവിച്ചിട്ടുണ്ടോ? ജീവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ചില ഇടപാടുകളും ചില ഇടപെടലുകളും ചില സമ്പർക്കങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ചില ഇടപാടുകള്, കരാറുകള്, ചില പരിചയപ്പെടലുകള്, ബന്ധപ്പെടലുകളൊക്കെ ആത്മാക്കളുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ വെച്ചുണ്ടായ കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. സൂറത്ത് അഅറാഫിന്റെ 172-ാമത്തെ ആയത്താണിത്. അല്ലാഹു പറയാണ്, യാ നബിയേ, അവർക്കൊരു സത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും, ആദം സന്തതികളെയൊക്കെ, ആദമിന്റെ മക്കളെ എല്ലാവരെയും ഇത്രയും കാലത്ത് ഈ കാലയളവിനുള്ളിൽ ജനിച്ചവരും മരിച്ചുപോയവരും ഇനി ജനിക്കാനുള്ളവരും മരിക്കാനുള്ളവരും എല്ലാ ആദമിന്റെ മക്കളെയും അവരുടെ മുതുകിൽ നിന്ന് പുറപ്പെടിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന് പറ്റുമല്ലോ, എല്ലാവരെയും അണുകണക്കെ ഒരു അണുപരുവത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് എല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന ആ സന്ദർഭം അങ്ങ് ലോകത്തോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷി നിർത്തി അല്ലാഹു. അവരുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബികും, ഞാനല്ലയോ നിങ്ങളുടെ നാഥൻ, ഞാനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്, പരിപാലകൻ? ഖാലൂ, എല്ലാവരും പറഞ്ഞു. മമ്മദ് പറഞ്ഞു, പോക്കര് പറഞ്ഞു, അദ്രഹ്മാൻ പറഞ്ഞു, കുര്യാക്കോസ് പറഞ്ഞു, ഔസേപ്പ് മാപ്പിള പറഞ്ഞു, വേലായുധം പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞു, മതമില്ലാത്ത നിരീശ്വരവാദിയും പറഞ്ഞു. അലസ്തു ബിറബ്ബികും, ഞാനല്ലയോ നിങ്ങളുടെ നാഥൻ, പരിപാലകൻ, റബ്ബ് ഞാനല്ലയോ എന്ന് ചോദിച്ചപ്പോ ഖാലൂ ബലാ ഷഹിദ്നാ, അതെ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, ഷഹിദ്ന, ഞങ്ങൾ ഇക്കാര്യത്തിൽ സാക്ഷികളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഞാൻ ഇങ്ങനൊരു പ്രതിജ്ഞ ഇവിടെ വെച്ചെടുപ്പിച്ചത് അന്തഖൂലൂ യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അന്ത്യനാളിൽ ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ, വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ
ഞങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ, ഞങ്ങൾ അശ്രദ്ധരാണല്ലോ, ഞങ്ങൾക്കൊരു എത്തും പിടിയും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ റുബൂബിയത്ത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത് എന്ന് അല്ലാഹു. ഇത് പറയുമ്പോൾ ഇത് നമുക്ക് ഓർമ്മയില്ലല്ലോ, ഇങ്ങനൊരു കരാർ എടുപ്പിച്ചത് നമുക്ക് ഓർമ്മയില്ലല്ലോ, അള്ളാഹു ചോദിച്ചതും ഓർമ്മയില്ല, അള്ളാഹുവിനോട് നാം മറുപടി പറഞ്ഞതും ഓർമ്മയില്ല, അങ്ങനൊരു ഇടപാടെന്നെ ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു അംബിയാ മുർസലുകളെ ഓരോ ജനതയിലേക്കും ഓരോ വില്ലേജിലേക്കും ഓരോ ഭൂഖണ്ഡങ്ങളിലേക്കും 1,00,000-ൽ പരം അംബിയാ മുർസലുകളെ സമൂഹത്തിലേക്ക് നിയോഗിച്ചത്, പറഞ്ഞയച്ചത് ഈ കരാറ് ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹു എന്താ പറഞ്ഞത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ലാ വകഫർ. നബിയേ, അങ്ങ് പരിധി വിട്ട് പണി ചെയ്യൊന്നും വേണ്ട. ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തുക. ദിക്ർ പറഞ്ഞാൽ സ്മരണ, ഓർക്കല്. ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇന്നമാ അന്ത മുദക്കിർ, അങ്ങയുടെ നിയോഗം ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നതിനുള്ളതാണ് അങ്ങയുടെ നിയോഗം. അങ്ങൊരു ഓർമ്മിപ്പിക്കുന്ന ആൾ മാത്രമാണ്. ഇന്നമാ അന്ത മുദക്കിർ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന ആൾ മാത്രാണ്, അത്രേ ആവശ്യമുള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ കാര്യത്തിൽ ഒരു മേലാധികാരി നബിയെ തങ്ങളല്ല, അത് ഞാനാ. അങ്ങ് ചെയ്യേണ്ടത് ആലമുൽ അർവാഹില്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അവരെടുത്ത കരാറ് ഒന്ന് ഓർമ്മപ്പെടുത്തുക, അതൊന്ന് പുതുക്കാൻ ആവശ്യപ്പെടുക, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും തങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് ഓർമ്മയില്ല. നമ്മൾ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ അനുഭവങ്ങൾ, അത് പലതും നമ്മൾ മറക്കാറുണ്ട്, ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാറുണ്ട്, അല്ലേ? ചിലത് മെമ്മറിക്കകത്ത് എന്തെങ്കിലും, അതിൻ്റെ ഫയലുകളിൽ നിന്ന് എന്തെങ്കിലും അല്പം എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മ വരും. 25 കൊല്ലം മുമ്പ് കൂടെ പഠിച്ച ക്ലാസ്മേറ്റിനെ, സഹപാഠിയെ, കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരനെ 25 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടപ്പോ എന്നെ കണ്ടപ്പോ അവന് എന്നെ മനസ്സിലായി, എനിക്ക് അവനെ മനസ്സിലായില്ല. അന്ന് താടി മീശയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ താടി മീശ ഉണ്ടായിന്ന് മാത്രല്ല, അതൊക്കെ ചായപ്പൊടിയിൽ പഞ്ചസാര കലർന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ വെളുത്തിട്ടുണ്ട്. ഒരു എത്തും പിടിയില്ല. അവൻ വന്ന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഡോ നിനക്ക് ഓർമ്മല്ലേ? ഇല്ലല്ലോ. നമ്മൾ എന്തോരം ക്ലാസ് കട്ട് ചെയ്ത് തെണ്ടാൻ പോയിട്ടുണ്ട്. ഞാനാണ്, എൻ്റെ പേര് ഇതാണേ, ആ ബെഞ്ചിന്റെ ഇന്ന ഭാഗത്തിരുന്ന ആളായിരുന്നു ഞാന്. അപ്പൊ കത്തി. അപ്പോ മറന്നത് ചിലപ്പോ ഓർമ്മപ്പെടുത്തുമ്പോ ഓർമ്മ വരും. അങ്ങനെ ഉണ്ടല്ലോ. ചിലത് ഓർമ്മപ്പെടുത്തിയാലും ഓർമ്മ വരൂല. അതേ ക്ലാസ്സിൽ തന്നെ ബാക്കിൽ ബെഞ്ചിൽ ഇരുന്നീന്ന ഒരു വേലായുധം കുട്ടി, അവനെ പിന്നെ 10-30 കൊല്ലം കഴിഞ്ഞിട്ടാ കണ്ടത്. അവൻ പറഞ്ഞിട്ടോ, നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചാണല്ലോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. പണ്ട് ആ സാറിനോട് അന്ന് നമ്മളൊരു തമാശ പറഞ്ഞിട്ട് സാറ് അടുത്തുനിന്ന് അടി കിട്ടിയ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. വേലായുധം കുട്ടി പറഞ്ഞു, എന്നിട്ടും ഓർമ്മ വരുന്നില്ല. പിന്നെ പല സംഭവം പറഞ്ഞു നോക്കി, ഓർമ്മ വരുന്നില്ല. അപ്പോഴാണ് തൊട്ടടുത്ത് ഇരുന്നിരുന്ന നമ്മളെ വീരാൻകുട്ടി പറഞ്ഞു, എടാ ആ വേലായുധം കുട്ടി നമ്മളെ ക്ലാസ് പഠിച്ചത് തന്നെ, നിനക്ക് ഓർമ്മ വരാത്ത ആരനാണ്, എനിക്ക് വിശ്വാസമാവും. വീരാൻകുട്ടീന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാവും വേലായുധം കുട്ടി എൻ്റെ കൂടെ പഠിച്ചതാണ്. എനിക്കാണെങ്കിൽ ഓർമ്മ വരുന്നേ ഇല്ല.
ഇതുപോലെയാണ് ഈ കരാറിന്റെ അവസ്ഥ. കരാറിന്റെ അവസ്ഥ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നമ്മളെ കൊണ്ട് എടുപ്പിച്ച കരാറ്. ആ കരാറിന്റെ കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു തുരുമ്പും ഓർമ്മയില്ല. നബിമാർ വന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് ഒരു ധാരണയുമില്ല, മെമ്മറിക്കകത്തൊന്നുമില്ല. അള്ളാഹുവിന്റെ നബിമാര്, അള്ളാഹുവിന്റെ വലിമാര്, അവർക്ക് ഇത് ഓർമ്മയുണ്ട്. അവരുടെ ചിന്ത തെളിഞ്ഞപ്പോൾ റബ്ബിന്റെ മുന്നിൽ വെച്ചെടുത്ത ആ പ്രതിജ്ഞയും സാക്ഷ്യവും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഓർമ്മ കിട്ടി. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേക്കുറിച്ചൊരു എത്തും പിടിയുമില്ല, അതേക്കുറിച്ചൊരു ഓർമ്മയുമില്ല. എന്നാലും സ്വാദിഖുൽ അമീനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയുമ്പോ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതുപോലെ വീരാൻകുട്ടി പറഞ്ഞു. വീരാൻകുട്ടിനെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒപ്പം പഠിച്ചാൽ നല്ല നിശ്ചയമുണ്ട്, ഉറപ്പാണ്, നല്ല പരിചയമുണ്ട്. വീരാൻകുട്ടി പറഞ്ഞു അവൻ സത്യസന്ധനുമാണ്. എടാ വേലായുധം കുട്ടി നമ്മളൊപ്പം പഠിച്ചതാണ്, എനിക്ക് അവിശ്വസിക്കേണ്ടത്, ഞാൻ വിശ്വസിച്ചു. ഇതിനേക്കാൾ ശക്തമായ വിശ്വാസം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് റബ്ബിനോട് ചെയ്ത പ്രതിജ്ഞയും കരാറും അതൊരു സത്യമാണെന്ന് സത്യം മാത്രം പറഞ്ഞിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പുറമെ അള്ളാഹുവിന്റെ വചനത്തിലും ഖുർആൻ സൂക്തത്തിലും ഈ സത്യം അള്ളാഹു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മ വരുന്നില്ല എന്നതുകൊണ്ട് ഇത് നിരാകരിക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്ന ആള് പറഞ്ഞ ഒരു പരമസത്യമാണ്. മാത്രല്ല അവിടെ വെച്ച് ചില സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ വെച്ച്? മൂവാറ്റുപുഴക്കാരായ നിങ്ങളും ഞാനും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും അവിടെ വെച്ച് സന്ധിച്ചിട്ടുണ്ട്. എന്താ തെളിവ്? സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഒരു കുറ്റവും കുറവില്ലാത്ത ഹദീസ്. അൽ അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ, നമ്മളിപ്പോ ഈ ലോക ജീവിതത്തില് ശരീരവും ആത്മാവും കൂടിയ ജീവിതമാണ് ഇവിടെ. ശരീരവും ആത്മാവും കൂടിയ ജീവിതമാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടും നമുക്ക് വേണം. ഏത് ഡാമേജ് ആയാലും അപകടമാണ്. ശരീരം എവിടെയെങ്കിലും ഡാമേജ് ആയ ആത്മാവ് നിൽക്കൂല ആ ശരീരത്തില്. ഇതില്ലാതെ, ശരീരമില്ലാതെ ആത്മാക്കളുടെ ലോകത്ത് ജീവിച്ചപ്പോൾ അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ട സൈന്യങ്ങളായിരുന്നു, സംഘങ്ങളായിരുന്നു. ഫമാ തഅറഫ മിൻഹാ ഇഖ്തലഫ. ആ ആത്മാക്കളിൽ നിന്ന് ആരൊക്കെ പരസ്പരം അന്യോന്യം അറിഞ്ഞോ, അന്യോന്യം ഇടപഴകിയോ, അന്യോന്യം ബന്ധപ്പെട്ടുവോ, ഇഖ്തലഫ, അങ്ങനെയുള്ളവർ ഈ ലോകത്തും ഇണക്കത്തിലാകും. ദുനിയാവിൽ ബോഡിയോടുകൂടെ, ശരീരത്തോടുകൂടെ ജീവിക്കുമ്പോഴും ഇണക്കത്തിലാകും. അവിടെ വെച്ച് സംഘങ്ങളായി, സൈന്യങ്ങളായി ആത്മാക്കളുടെ ലോകത്ത് കഴിഞ്ഞുകൂടിയ ആത്മാക്കൾ അവിടെ വെച്ച് ബന്ധപ്പെട്ടവർ ഇവിടെയും ബന്ധപ്പെടും. അവിടെ വെച്ച് പരിചയപ്പെട്ടവർ ഇവിടെയും പരിചയപ്പെടും. വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. അവിടെ ഭിന്നിച്ചവർ, അവിടെ കണ്ടുമുട്ടാത്തവർ, അവിടെ രണ്ട് ധ്രുവങ്ങളിലായവർ ഇവിടെയും ഇഖ്തലഫ, ഭിന്നമായിട്ടാണ് നിലകൊള്ളുക. ഇമാം ഗസാലി റഹിമഹുല്ല സ്നേഹം എന്നൊരു അധ്യായം പറയുന്നുണ്ട്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, നബിമാരോടുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള സ്നേഹം, ഇതൊക്കെ പറയുന്നൊരു അധ്യായം ഇഹ്യയിൽ കാണാം. അതിനകത്ത് പറയുന്നുണ്ട് മനുഷ്യന് സ്നേഹമുണ്ടാകാൻ പല കാരണമുണ്ട്. സൗന്ദര്യം, അത് സ്നേഹത്തിന്റെ ഒരു കാരണം. നല്ല ഗ്ലാമർ ഉള്ള ഒരാളെ കാണുമ്പോൾ സ്നേഹം വരിക. അധികാരം, പവറ്, കരുത്ത്, കായിക രംഗത്തുള്ള ക്ഷമത, ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ സഹായിക്കുന്ന വ്യക്തി ഉദാരമതിയായിരിക്കുക, ഇങ്ങനെ ഒട്ടനവധി സ്നേഹത്തിന്റെ കാരണം പറയുന്നുണ്ട്. അതില് ഉത്തരം കിട്ടാത്ത ഒരു കാരണം, സ്നേഹത്തിന് കാരണം അറിയില്ല. എനിക്ക് അവനോട് ഇഷ്ടമാണ്. എന്താ കാരണം? നിങ്ങൾ തമ്മിൽ രക്തബന്ധമുണ്ടോ? ഇല്ല.
കെട്ടുബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾ കൂടെ പഠിച്ചു വളർന്നവരാണോ? അല്ല. നിങ്ങൾ അയൽക്കാരാണോ അല്ലെങ്കിൽ ആയിരുന്നോ? അല്ല. നിന്നെ അയാൾ വല്ലതും സഹായിക്കാറുണ്ടോ? ഇല്ല. ആള് പണക്കാരനാണോ? പച്ചപ്പാവം പട്ടിണി പാവാണ്. ആള് ഗ്ലാമറാണോ? നീഗ്രോയുടെ കൂട്ടാണ്. ആ പരുവത്തിലാണുള്ളത്. ഒരു ഭംഗിയില്ല. പിന്നെന്താണോ നിനക്ക് അവനോട് ഇഷ്ടം? കാരണം അറിയാൻ പാടില്ല. എന്താ ഇഷ്ടം? കാരണം എന്നറിയില്ല. എനിക്ക് അവനോട് എന്തോ ഒരിഷ്ടം. ഇങ്ങനുണ്ട്. ഇതിനെന്താ കാരണം? ഇതിനുള്ള കാരണം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഇവർ സന്ധിച്ചു, ഒന്നിച്ചു എന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ആത്മാക്കളുടെ ലോകത്ത് പരിചയപ്പെടലുണ്ടായിട്ടുണ്ട്, സമ്പർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. അങ്ങനൊരു കാലം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങൾ ആ ലോകത്ത് കഴിഞ്ഞവരാണ് നാം. ഒന്ന്. ഇനി രണ്ട്, ആലമുദ്ദുന്യ, ഇവിടെയുള്ള ജീവിതം. അപ്പൊ ഉസ്താദേ, ഗർഭാശയ കാലത്തിൽ ജീവിതമില്ലേ? അത് ദുന്യാവിൻ്റെ ഭാഗമാണ്. അത് ഭ്രൂണം അവിടെ രൂപപ്പെട്ട് ബീജവും അണ്ടവും സങ്കലിച്ച് ഭ്രൂണമായി മനുഷ്യന്റെ കോലത്തിൽ 4 മാസമാകുമ്പോൾ റൂഹാനെത്തുമ്പോൾ ദുന്യാവിലായി. സംഗതി ഉമ്മാന്റെ വയറ്റിലാണെങ്കിലും ദുന്യാവിലാണുള്ളത്. കാരണം ദുന്യാവിന്റെ ഇടപെടലൊക്കെ എത്തും. ഉമ്മാന്റെ ഗർഭാശയത്തിനകത്ത് ഫുഡ് എത്തുന്നത് അവിടെ കേബിൾ ഇട്ടിട്ട് ആ ദുന്യാവിലുള്ള ചാപ്പാടാണ്. വയറിന്റെ അകം ദുന്യാവ്, അത് ആഖിറൊന്നുമല്ല. ചിലർ സംശയം ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഗർഭസ്ഥ കാലം ദുന്യാവിന്റെ കാലം തന്നെ. റൂഹ് ആണ്ട് ഊതപ്പെട്ടത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയം ദുന്യാവിലെ ജീവിതം, ആലമുദ്ദുന്യ. ഇത് 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80, വളരെ വളരെ റയറായിട്ട് 100 100ന്റെ അപ്പുറത്തോ. അങ്ങനെ ഒരാൾ 100 വയസ്സിലോ 103-ലോ മരിച്ച പ്രത്യേക കോളുണ്ടാവും. 103-ാം വയസ്സിൽ മരിച്ചു. ഇതാണ് ആകെ ആലമുദ്ദുന്യവിയുടെ കാലയളവ്. നേരത്തെ ആലമുൽ അർവാഹ് നമ്മൾ പറഞ്ഞു ആയിരക്കണക്കിന് കൊല്ലാണ്, ലക്ഷക്കണക്കിന് കൊല്ലെന്ന് പറഞ്ഞവരുണ്ട്. ഇവിടത്തെ ജീവിതം 60-ഓ 70-ഓ 80-ഓ, കൂടിയാൽ 100-ഓ 100ന്റെ മീത അല്പം എന്തെങ്കിലും. ഇതന്നെ മുഴുവണ്ടോ? ഒരാൾ 60 വയസ്സ് വരെ ജീവിച്ചു എന്ന് കൂട്ടുക, 60 മുഴുവണ്ടോ? 10 വയസ്സ് വരെ കുട്ടിക്കാലമാണ്. അതിലൊരു 4-5 വയസ്സ് വരെ വകതിരിവില്ലാത്ത കാലം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പിന്നെ വകതിരിവുണ്ടെങ്കിലും വെറും കളിപ്രായം, കാര്യബോധമില്ലാത്ത കളിപ്രായം. പിന്നെ എത്രയുള്ളത്? 50 ഉണ്ട്. 60-ൽ 10 അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു 50 ഉണ്ട്. ഈ 50-ൽ പകുതി രാത്രിയായിട്ട് തേഞ്ഞു മാഞ്ഞ് ഉറങ്ങിപ്പോയി. ഇദാശൽ ഫതാസിത്തീനാമാ ഫനിസ്ഫുൽ ഉംരി യംഹൂഹുൽ ലയാലി ഫനിസ്ഫുൻ നിസ്ഫി യഫ്നി ലൈസ യദ്രി ബിഗഫ്ലതിഹി യമീനൻ അൻ ശിമാലി. ഒരാൾ 60 വയസ്സ് ജീവിച്ചാൽ ആ 60ന്റെ ഒരു ഭാഗം കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെയുള്ള പകുതി, ആയുസിന്റെ പകുതി, യംഹൂഹുൽ ലയാലി, രാവുകൾ തേച്ചുമാച്ച് കളഞ്ഞു. രാവുകൾ തേച്ചുമാച്ച് കളഞ്ഞു. ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ടും ഒന്നുകിൽ കണ്ണടച്ചുറങ്ങി അല്ലെങ്കിൽ കണ്ണ് തുറന്നുറങ്ങി. കൂടുതൽ സമയം കണ്ണ് തുറന്നുറങ്ങുക മനുഷ്യന്മാര്. എന്ന് വെച്ചാൽ ചിലർ ഉറങ്ങുമ്പോൾ കണ്ണ് തുറക്കല്ല. ആ തുറക്കലല്ലേ ഈ പറഞ്ഞത്. കണ്ണൊക്കെ തുറന്ന് കൈയൊക്കെ ചലിപ്പിച്ച് കാലൊക്കെ ചലിപ്പിച്ച് വേണമെങ്കിൽ സംസാരിക്കണുണ്ടാവും, ഉറങ്ങായിരിക്കും. പകുതി ആയുസ്സും യഥാർത്ഥ ഉറക്കായിട്ട്, ബാക്കിയുള്ള പകുതി ഉറക്കല്ല, ഉണർവിലുള്ള ഉറക്കായിട്ട്, ബിഗഫ്ലതിഹി യമീനൻ അൻ ശിമാലി, തെക്ക് വടക്ക് എയർലൈൻസ് ആയിട്ട് കറങ്ങി ചുറ്റി നടന്ന് കാലമങ്ങ് തീർത്തു എന്നല്ലാതെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ചതിയുടെ മെറ്റീരിയൽ മാത്രമാണ് ഈ ലോക ജീവിതം. ചതി ഒക്കെ ചതിയല്ലേ? എല്ലാം ചതിയാണ്. ചതിയല്ലാത്തത് പൊന്ന് ചതിയാണ്, പെണ്ണ് ചതിയാണ്.
അള്ളതിങ്ങനെ മനോഹരമാക്കി ഒരു ഫിഗർ പടച്ചു വെച്ച് മനുഷ്യനെ അതിലേക്ക് ആകർഷിച്ചു. മനുഷ്യൻ അതിലേക്ക് ആകൃഷ്ടനായിട്ട് അവിടെ ചെന്ന് പതിച്ചു. പിന്നെ ചതിയല്ലേ, മക്കളായി ബാധ്യതയായി പ്രാരാബ്ധായി അതിനോടുള്ള താല്പര്യമാണെങ്കിൽ അത് മനസ്സിന് മരിച്ചും ചെയ്തു. ചതിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ പ്രേമം എന്നത് വംശവർദ്ധനവിന് ഈശ്വരൻ കണ്ടെത്തിയ സുഗന്ധം പൂശിയ തട്ടിപ്പ്. മനോഹരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് പ്രേമം, അനുരാഗം? ഈ ലോകത്ത് മനുഷ്യവംശം നിലനിൽക്കാൻ വേണ്ടി ഈശ്വരൻ കണ്ടെത്തിയ സുഗന്ധം പൂശിയ തട്ടിപ്പ്. ആ സുഗന്ധം കിട്ടുമ്പോൾ നമ്മൾ ഓടുകയാണ്, പക്ഷെ അതിനകത്ത് തട്ടിപ്പാണ്. നല്ലൊരു അർത്ഥമുള്ളൊരു വാക്കാണത്. ഈ ലോകം മുഴുവൻ ഇല്ലാ മതാഉൽ ഗുറൂർ, ചതിയുടെ ചരക്കാണ്. എല്ലാ ചരക്കുകളിലും ചതിയാണ്. കാരണം ഇതുകൊണ്ടൊന്നും കിട്ടാനില്ലല്ലോ. പെണ്ണുകൊണ്ട് എന്ത് കിട്ടാൻ, പൊന്നുകൊണ്ട് എന്ത് കിട്ടാൻ, പണം കൊണ്ട് എന്തു കിട്ടാൻ, സ്ഥാനമാനങ്ങൾ കൊണ്ട് എന്തു കിട്ടാൻ? എന്താ കിട്ടുക? കിട്ടുന്നുണ്ട്, മരിക്കോളല്ലേ കിട്ടുള്ളൂ. മരിക്കോളല്ലേ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കിട്ടുള്ളൂ. മരിക്കോളും കിട്ടൂലല്ലോ. സെക്കൻഡുകള്, നിമിഷങ്ങള്, മിനിറ്റുകള്, കുറഞ്ഞ സമയങ്ങള്, ഇതൊക്കെ കിട്ടുള്ളൂ ഇതുകൊണ്ട്. എന്നാൽ അതിനപ്പുറത്ത് വേദനകളാണ്, യാതനകളാണ്, അല്ലലാണ്, അലട്ടലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മതാഉൽ ഗുറൂർ. ഇവിടെ വിഭവങ്ങളുണ്ട്, ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണമുണ്ട്, വസ്തുവകകളുണ്ട്. ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയാൻ, ഈ ലോകത്ത് മതാഴുണ്ട്, ചരക്കുകളുണ്ട്, വിഭവങ്ങളുണ്ട്. അതൊക്കെ പരലോകത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇല്ലാ ഖലീൽ, ഇല്ലാ ഖലീൽ, ഇച്ചിരി മാത്രമേ ഉള്ളൂ കൂട്ടരെ, വളരെ ഇച്ചിരി. ഈ ദുനിയാവിലെ ജീവിതത്തെയാണ് അള്ളാഹു കാര്യമായിട്ട് ഖുർആനിൽ പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോരായിട്ട് പിന്നെ ഉദാഹരണം പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഈ ലോക ജീവിതം എന്താണ്? ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർള് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا. വിശുദ്ധ ഖുർആൻ പറയാ فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഈ ആയത്ത് 4 ദിവസം വഴുതറിയാണ്ട്. ഞാനിപ്പോൾ ഈ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ ലോക ജീവിതം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മാത്രമാണെന്ന് അള്ളാഹു പറയാണ്. ഈ ലോക ജീവിതം ഞാൻ ഈ പറയുന്ന ഉദാഹരണം മാത്രമാണ്, അതിനപ്പുറത്തൊരു ചുക്കുമല്ല. എന്താ ഉദാഹരണം? കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ഉപരിഭാഗത്ത് നിന്ന് വർഷിക്കുന്ന മഴ പോലെ. ആ മഴ ഭൂമിയിൽ പതിച്ചപ്പോൾ ഫഖ്തലത ബിഹി നബാതുൽ അർള് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, മനുഷ്യർക്കും കാലികൾക്കും തിന്നാൻ വേണ്ട വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങി. ആ മഴ കാരണം ചത്തുകിടക്കുന്ന ഭൂമി ജീവിച്ചു. അല്ലെ, കുംഭം മീനം മാസത്തില് കരിഞ്ഞുണങ്ങിയ ഭൂമി, അതിലേക്ക് വർഷകാലത്തിന്റെ പുതുമഴ പെയ്തപ്പോ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഭൂമി പച്ചപ്പണിയുകയാണ്, മനോഹരിയാവുകയാണ്, പച്ചപ്പട്ടുടുത്തവളെ പോലെ കമനീയമാവുകയാണ്. അങ്ങനെ ഈ മഴ വർഷിച്ച കാരണം ഭൂമിയിൽ വിവിധ തരം ചെടികൾ, വിവിധ തരം മരങ്ങൾ, മനുഷ്യർക്കും കന്നുകാലികൾക്കും തിന്നാൻ പറ്റുന്ന വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്ന വേണ്ട വിധത്തിലുള്ള സസ്യലോകം മുളച്ചു പൊങ്ങി.
ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റഫഹ, ഭൂമി അതിൻ്റെ അലങ്കാരം വെളിവാക്കി, അവൾ കമനീയമായി, വസയ്യനത്ത്, അവൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി, അതിമനോഹരം. മഴ അങ്ങോട്ട് പെയ്തിട്ട് കായ്ക്കനികൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ചെടികളും വള്ളികളും എല്ലാം ഭൂമിയെ പച്ചപ്പണിയിച്ച സമയത്ത് വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹ, ആ ഭൂ ഉടമ, കൃഷി ഉണ്ടാക്കിയ കർഷകൻ വിചാരിച്ചു കുഴപ്പമില്ല, പിടിച്ചിട്ടുണ്ട്, ഇനി കായ്ക്കനികൾ കിട്ടും, അത് കഴിക്കാം, അല്ലെങ്കിൽ വിൽപ്പന നടത്തി ലാഭമെടുക്കാം എന്ന് ധരിച്ചു ഭൂ ഉടമ, അതിന്റെ വ്യക്തി. അപ്പോഴാണ് അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ, നമ്മുടെ ഒരു വിധി അങ്ങ് വരികയാണ്. ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ നമ്മുടെ ഒരു വിധി വരുന്നു. അതേതാ വിധി? ഒരു കാറ്റ്, ഒറ്റക്കാറ്റ്. രീഹൻ സൊർസർ എന്ന് പറഞ്ഞല്ലോ, ഒരൊറ്റക്കാറ്റ്. കത്രീനാന്നോ മത്തായിന്നോ എന്തെങ്കിലും പേരിട്ടോ, ഒരു കാറ്റങ്ങ് വന്നു. ആ കാറ്റ് ആ പ്രദേശത്തെ ബാധിച്ചു, അല്ലെങ്കിൽ ഒരു ഇടി വന്നു, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം വന്നു. ഏതായാലും നമ്മുടെ കൽപ്പന വന്നു. ആ കൽപ്പന വന്നപ്പോ എന്താ സംഭവിച്ചത്? ഫജഅൽനാഹാ ഹസീദാ കഅല്ലം തഗ്ന ബിൽ അംസ്, ഒന്നുമില്ലാത്ത തരിശു ഭൂമിയാക്കി നാം അതിനെ മാറ്റി. കഅല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ ഒരു സാധനവും ഇല്ലാത്ത അവസ്ഥ. ഇന്നലത്തെ ഭൂമിയെ അല്ല ഇന്ന്. വയനാട് പുത്തുമലയിലും അതുപോലെ തന്നെ നിലമ്പൂർ കവളപ്പാറയും ഒക്കെ ചെന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. പല വീടുകളും പല കൃഷിയിടങ്ങളും ഉള്ള സ്ഥലത്ത് മൺകൂനകൾ. പുത്തുമലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം ഒന്നായിട്ട് ഒലിച്ചു പോയിരിക്കുകയാണ്. കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലെ ഉണ്ടായിരുന്നു ഒന്നും ഇന്ന് കാണില്ല, ആ പരുവത്തില്. എന്നിട്ട് അള്ളാഹു പറയണ ഇതാടാ ദുന്യാവ് എന്ന്. ദുന്യാവ് കാണണോ? ഇപ്പൊ ഉരുൾപൊട്ടൽ ഈ അടുത്ത കാലത്തുണ്ടായ കവളപ്പാറയിലോ അല്ലെങ്കിൽ പുത്തുമലയിലോ പോയി നോക്ക്, അതാണ് ദുന്യാവ്. ചിലത് പെട്ടെന്ന് പോവും, എല്ലാം അങ്ങനെ ആകാനുള്ളതാണ്. ഇതിനപ്പുറത്ത് ഒന്നുമില്ല ദുന്യാവ്. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണം ഉറങ്ങുന്നവന്റെ സ്വപ്നം എന്നല്ലേ? വിശദീകരിച്ചാണ് അങ്ങോട്ട് പോകുന്നില്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഒരു യാത്രക്കാരൻ വഴിമധ്യേ ഒരു ബസ് സ്റ്റോപ്പിൽ വിശ്രമിക്കാനിരുന്നു, അല്ലെങ്കിൽ ഒരു മരച്ചില്ലയുടെ തണലിൽ വിശ്രമിക്കാനിരുന്നു, അത്രേ ഉള്ളൂ. അദ്ദുന്യാ ഖന്തറത്തുൻ ഇലൽ ആഖിറ, പരലോകത്തേക്കിട്ടൊരു പാലാണ്. ഏത്? ഈ ദുന്യാവ്. ഒരു പാലം നമ്മളെ ലക്ഷ്യമാണോ? ഇപ്പൊ നമ്മൾ ഇതിനങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു പാലുണ്ടല്ലോ അല്ലേ, ചാലിക്കടവ് പാലോ ചാലക്കടവ് പാലോ എന്തോ പേരുള്ള അല്ലേ, ആ പാലം നമ്മളെ ലക്ഷ്യമാണോ? ആ പാലം കടന്നിട്ട് പോക്കാ ലക്ഷ്യം, അത് നടക്കാനുള്ളൊരു സംഭവം മാത്രം ആ പാലം. ഇതുള്ളു ദുന്യാവ്. ഈ ജീവിതത്തിന്റെ 5 ഘട്ടങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ദുന്യാവിലെ ജീവിതം ഒരു പാലത്തിലെ ജീവിതം. ഒരു പാലത്തിൽ എന്തോരം നേരം ഉണ്ടാവും? അല്ലെങ്കിൽ ഒരു നിഴലിൽ യാത്രക്കാരൻ റെസ്റ്റ് എടുക്കാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ആ സമയം ഒരു അത്താണി. ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തൊന്നുമില്ല. ഇതാണ് ആലമുദ്ദുന്യാ. ആപേക്ഷികമായി ഈ 5 ഘട്ടങ്ങളിൽ ഏറ്റവും ചെറുതും നിസാരമാണ് കൂട്ടരെ ഈ ലോക ജീവിതം. ആലമുൽ അർവായിൽ 1000 കൊല്ലണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള അവസ്ഥ ഇപ്പം ഈ പറഞ്ഞത്. ഇവിടെ ആയുസ്സും സമയവും വളരെ കുറവാണ്, ആപേക്ഷികമായിട്ട് വളരെ നിസാരാണ്. ഇവിടുത്തെ അനുഭവങ്ങളാണെങ്കിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് 2. ഇനി 3 ആലമുൽ ബർസഖ്, ഇടത്താവളം. ബർസഖ് എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? ഇടത്താവളം. അതാണ് ഖബർ ജീവിതം. ദുന്യാവ് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഖബർ ജീവിതം. അവിടെയും 100 കണക്കിനോ 1000 വർഷം കഴിയേണ്ടി വരും. നേരത്തെ മരിച്ചുപോയാലൊക്കെ എന്തോരം വർഷങ്ങളായി, 1000 വർഷമൊക്കെ ഖബറിൽ കഴിഞ്ഞവരില്ലേ. 100 കണക്കിനോ 1000 വർഷങ്ങൾ ആലമുൽ ബർസഖിലും കഴിയേണ്ടി വരും. അവിടെയുണ്ട് തെർബിയത്ത്. ഇപ്പൊ ഇവിടുത്തെ തെർബിയത്ത് പറയണ്ടല്ലോ, നമ്മൾ ആസ്വദിക്കല്ലേ അല്ലേ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലേ,
രാവിലെ ഇനി രാത്രി അത്താഴം കഴിക്കും, രാവിലെ അത് വേസ്റ്റ് കൊണ്ടുപോയി ഒഴിവാക്കും, എനർജി. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. ഇവിടുത്തെ തെർബിയത്തിന് പറയണ്ടല്ലോ. ഖബർ ജീവിതം, ആലമുൽ ബർസഖ്, അവിടെയുണ്ട് അള്ളാന്റെ തെർബിയത്ത്. അത് ദുന്യാവിലെ പോലെ ശാരീരികവും ആത്മീയവുമായ പരിപാലനം എല്ലാവർക്കും കിട്ടൂല. അത് കിട്ടുന്നവരാണ് അമ്പിയാക്കള്. അവരെ ശരീരത്തെയും അല്ലാഹു ഖബറിൽ പരിപാലിക്കും. ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയാ, നബിമാരുടെ തിരുശരീരത്തെ ഭൂമിയുടെ മേലിൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. അല്ലയോ ഭൂമി, എന്റെ ഇഷ്ടദാസന്മാരായ നബിമാരുടെ തടിയിൽ നീ തൊടാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ഉത്തരവാണ്. അതുകൊണ്ട് നബിമാരുടെ ശരീരം, തിരുശരീരം മണ്ണ് തിന്നൂല. നബിമാരുടേത് മാത്രല്ല, ചില പ്രത്യേകക്കാരുടെ ശരീരവും മണ്ണ് തിന്നൂല. സമീപകാലത്തൊക്കെ ചില റിപ്പോർട്ടുകൾ പള്ളി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി JCB ഉപയോഗിച്ച് ഫില്ലറിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ഒരു മയ്യിത്ത് വച്ചപടി. ഇതിപ്പോ ഈ അടുത്ത് കണ്ണൂരിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിയിരുന്നു. എല്ലാം സത്യമായിരിക്കണമെന്നില്ല, പ്രമാണബദ്ധമായി അത് സത്യമാകാൻ സാധ്യതയുണ്ട്. പ്രമാണങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒറ്റ ഹദീസ് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ബുഖാരി, ഇതിപ്പോ എല്ലാവരും അംഗീകരിക്കുമല്ലോ, ബുഖാരിയിലുണ്ടോ എന്നാ ചോദ്യം അല്ലേ? വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥ പറഞ്ഞ അല്ലുസ്താദെ അത് ബുഖാരിയിലുണ്ടോ എന്നാ ചോദ്യം. ഖുർആനിലില്ലെങ്കിൽ പിന്നെ ബുഖാരിയിൽ കാണണം. ഉണ്ട്, ബുഖാരിയിലുണ്ട്. ചില സജ്ജനങ്ങളുടെ ബോഡി അല്ലാഹു ഖബറിൽ വെച്ച് പരിപാലിക്കും. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ പൊന്നുപ്പ അബ്ദുള്ള എന്നവർ ലമ്മാ ഹളറ ഉഹദുൻ, ഉഹദ് യുദ്ധത്തിന്റെ ഘട്ടമെത്തിയപ്പോ, നാളെ ഉഹദ് യുദ്ധത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സാഹചര്യം, ആ സമയത്ത് ദഅാനി അബീ മിനൽ ലൈൽ, തലേ രാത്രിയിൽ എന്റെ പൊന്നുപ്പ അബ്ദുള്ള എന്നവർ എന്നെ വിളിച്ചു, പൊന്നുമോനെ വാ. നാളെ ഉഹദിലേക്ക് നബി തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് പോകാൻ റെഡിയായിട്ടുണ്ട്. ഉപ്പ അതിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഉപ്പയും പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഉപ്പ തലേ ദിവസത്തിന്റെ രാവിലെ രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് ഫഖാല, മകനായ എന്നോട് എൻ്റെ ഉപ്പ പറയാണ്, മോനെ, മാ അറാനി ഇല്ലാ മഖ്തൂലൻ മിൻ അവ്വലി മൻ യുഖ്തലു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നാളെ ഉഹുദാണ്, മോനറിയാലോ, ഉഹുദിലേക്ക് പോവാൻ. ബദറിലെ പരാജയത്തിന്റെ പക വീട്ടാൻ, കണക്ക് തീർക്കാൻ മക്ക മുശ്രിക്കുകൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ മുന്നിൽ തോറ്റെടുക്കാൻ പറ്റൂല. സത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യ. വാപ്പച്ചി നാളെ പോകും, യുദ്ധത്തിന് പോകുമെന്ന് മാത്രല്ല, വാപ്പച്ചി നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ നിന്ന് പലരും നാളെ ശുഹദാക്കളാകും, രക്തസാക്ഷികളാകും. അക്കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയാകുന്ന ആൾ ഞാനായിരിക്കുമെന്നതാണ് എന്റെ ബോധ്യം മോനെ. എന്റെ വിചാരം അതാണ്, എന്റെ ധാരണ അതാണ്. നാളെ ഞാൻ ഷഹീദാകും, വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരൂല മോനെ ജാബിറെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഫഇന്ന അലയ്യ ദൈന ഫഖ്ലി, വാപ്പച്ചിക്ക് കുറച്ച് കടമുണ്ട്, ഇന്നാൾക്ക് ഇത്ര കൊടുക്കാണ്ട്, അവിടെ അത് കൊടുക്കാണ്ട്, ഇച്ചിരി കടബാധ്യത ഉണ്ട്. ഫഖ്ലി, ബാപ്പ നാളെ തിരിച്ചു വരാതെ ആ യുദ്ധക്കളത്തിൽ പിടഞ്ഞ് ഷഹീദായാൽ ഫഖ്ലി, പൊന്നുമോന കടം വീട്ടണം. രണ്ടാമത് നിന്നോട് പറയാനുള്ള വസിയത്ത്, നിനക്ക് കുറെ പെങ്ങന്മാരാണുള്ളത്, എനിക്ക് കുറച്ച് പെൺപിള്ളേരാണുള്ളത്. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട്, നിന്റെ കൂടപ്പിറപ്പുകളായ പെങ്ങന്മാരോട് മാന്യമായി പെരുമാറണം ജാബിറേ. നല്ല നിലയിൽ അവരോട് വർത്തിക്കണം ജാബിറേ. ഒരു ഉപ്പാന്റെ ഉപദേശം, എൻ്റെ പെൺമക്കളോട് പൊന്നുമോനായ നീ മര്യാദക്ക് പെരുമാറണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം എന്ന് വസിയത്താക്കി. ഫഅസ്ബഹന, പിറ്റേ ദിവസം നേരം പുലർന്നു, ഉഹദ് യുദ്ധം തുടങ്ങി. പറഞ്ഞ പോലെ
ഫകാന അവ്വല ഖതീൽ, ആദ്യം മുഹദിൽ രക്തസാക്ഷിയായ കൂട്ടത്തിൽ എൻ്റെ പൊന്നുപ്പ അബ്ദുള്ളയും ഷഹീദായി. അങ്ങനെ ഷഹീദായപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ അടക്കുകയാണ്. ശുഹദാക്കൾക്ക് നിസ്കാരമില്ല, ശുഹദാക്കളെ കുളിപ്പിക്കാൻ പാടില്ല, ഹറാമാണ്. ഇപ്പോൾ മംഗലാപുരത്തും UP-യിലൊക്കെ ഷഹീദായവർക്ക് നിസ്കരിച്ചല്ലോ, അത് ആഖിറത്തിലെ ഷഹീദാണ്, ദുന്യാവിൽ അവരെ ഷഹീദായിട്ട് കൂട്ടൂല. പോലീസ് ഏകപക്ഷീയായിട്ട് വെടിവെച്ചു, ആ വെടിയേറ്റ് മരിച്ച ഷഹീദാണ് ഫിൽ ആഖിറത്തി ഷഹീദ്. ദുന്യാവിലും ആഖിറത്തിലും ഷഹീദാകണമെങ്കിൽ ശത്രുക്കളോട് നേർക്ക് നേരെ പോരാടാൻ തയ്യാറായി ആ പോരാട്ടത്തിൽ മരിച്ചവരാണ് ദുന്യാവിലെയും ആഖിറത്തിലെയും ഷഹീദ്. ഈ ഷഹീദാണോ കുളിപ്പിക്കാൻ പാടില്ല, ബ്ലഡും മുറിവുള്ള അതേ ശരീരത്തിൽ അതേ വസ്ത്രത്തിൽ ഒരു കഫൻ ചെയ്തിട്ട് നിസ്കരിക്കും വേണ്ട, കൊണ്ടുപോയിട്ട് അടക്കിയാൽ മതി. ഇതാണ് മുഴുത്തമതായ മസല. ഇമാമിയങ്ങളിൽ ഭൂരിഭാഗം പറഞ്ഞ അഭിപ്രായം അതാണ്. കുളിപ്പിക്കൽ ഏതായാലും പാടില്ല, അവരുടെ ആ ബ്ലഡ് കഴുകിക്കളയാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് കുഴിയെടുത്ത് മറവ് ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ പൊന്നുപ്പയെ അടക്കിയത് വദുഫിന മഅഹു ആഖറ ഫീ ഖബരിഹി, എൻ്റെ ഉപ്പാൻ്റെ കൂടെ വേറൊരാളെയും കിടത്തിയിട്ട്, ഒരു ഷഹീദിനെയും കിടത്തിയിട്ടാണ് മറവ് ചെയ്തത്. ബുഖാരി. അതാരാ? മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അത് ഉഹദിൽ ഷഹീദായ സ്വഹാബിയാണ്. ആ അംർ എന്നവരെയും എൻ്റെ ഉപ്പച്ചി അബ്ദുള്ള എന്നവരെയും ഒറ്റ ഖബറിലാണ് ഞാൻ മറമാടിയത്. യുദ്ധാനന്തരം ആണല്ലോ. അങ്ങനെ മറവ് ചെയ്തെങ്കിലും സുമ്മലം തത്തിബ് നഫ്സി അന്നതുറുകഹു മഅൽ ആഖിരി, ഉപ്പാനെ വേറൊരാളൊപ്പം ഖബറടക്കിയത് എൻ്റെ മനസ്സിനെ ആലോചനപ്പെടുത്തുക. എൻ്റെ ഉപ്പാനെ ഒറ്റക്കൊരു ഖബറിലാക്കായിരുന്നു. അംർ എന്നവരും മോശക്കാരൊന്നും അല്ല, രണ്ടും ശുഹദാക്കളാണ്. എന്നാലും എൻ്റെ വാപ്പച്ചിയെ ഒറ്റക്കൊരു സെപ്പറേറ്റ് ഒരു ഖബറിൽ അടക്കാമായിരുന്നു. ലം തത്തിബ് നഫ്സി, മനസ്സിന് സമാധാനം കിട്ടണില്ല. ഇതിങ്ങനെ മനസ്സിനെ അലട്ടുക, അങ്ങനെ ചൊറിച്ചിൽ വരിക, ഇടങ്ങാറാകുക. അവസാനം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഉപ്പയുടെ ഖബറ് മാന്തിയിട്ട് ഉപ്പയെ അവിടെ ആ മയ്യിത്തെടുത്തിട്ട് ഒറ്റക്ക് മറവ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയും 6 മാസം കഴിഞ്ഞിട്ട്, ശ്രദ്ധിക്കണം, 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഖബറ് മാന്തി വാപ്പാന്റെ മയ്യിത്ത് നോക്കുമ്പോ കണ്ട രംഗം വച്ചതുപോലെ ഫ്രഷായിട്ട് കിടക്കുന്നുണ്ട്. വൈറ ഉദിനിഹി, മണ്ണിൽ ചെവി കുടുങ്ങിയ കാരണം ചെവിയിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്, ബാക്കി വെച്ചതുപോലെ ഉണ്ട്, ഒരനക്കും പറ്റിയിട്ടില്ല. 6 മാസം. ഏത് ശാസ്ത്രപ്രകാരം നോക്കിയാലും നമ്മൾ 3-ന്റെ അന്ന് കണ്ണോക്ക് എന്നാ പറയാം. എന്താണ് കണ്ണോക്ക് പറഞ്ഞാൽ? കണ്ണന്ന് പോകുന്ന, കണ്ണ് 3-ാം ദിവസം പോകുന്നു, അങ്ങനെ ഓരോന്നും പോവും. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വൈറ ഉദിനിഹി, ബുഖാരിയിൽ കാണാം, ചെവി എവിടെ ഒരു മണ്ണിലോ കല്ലിലോ എവിടെ ഒന്ന് കുടുങ്ങിപ്പോയ കാരണത്താൽ അവൻ ജീർണിച്ചോന്നല്ല, ഒരു പരിക്ക് ചെവിയിലുണ്ട്. അല്ലാതെ വെച്ച ആ യുദ്ധത്തിൽ കൊണ്ട കുത്തും മുറിയല്ലാതെ വേറെ ഒരു പകർച്ചയോ ഒരു ജീർണാവസ്ഥയോ ഒന്നുമില്ല, ദുർഗന്ധമില്ല, ഒന്നുമില്ല. ഹുനയ്യത്തൻ, ഫ്രഷായിട്ട് എൻ്റെ പിതാവിൻ്റെ മയ്യത്ത് എനിക്ക് കിട്ടുകയും ഞാൻ എടുത്ത് വേറെ ഖബറിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു എന്ന് മഹാനായ പ്രസിദ്ധ സ്വഹാബി വര്യൻ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ റബ്ബുൽ ആലമീന്റെ തെർബിയത്ത് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ഖബറിൽ ശരീരം കൊണ്ടു തന്നെ ചിലരെ അള്ളാഹു സംരക്ഷിക്കും, എല്ലാവരെയും സംരക്ഷിക്കൂല. നല്ലവരെ തന്നെ എല്ലാവരെയും സംരക്ഷിക്കൂല. ഇനിയിപ്പോൾ ഈ ഖബർ മുഴുവൻ, ഈ പള്ളിപ്പറമ്പ് മുഴുവൻ മാന്തി നോക്കി, ഒരൊറ്റ ഒരു ബോഡിയും കിട്ടാതിരിക്കും. 3000 മുഴുവൻ പഴച്ചവന്മാരാണ് എന്നതിനർത്ഥമില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ ഇങ്ങനെ തുറക്കുക, 5 കൊല്ലം കഴിയുമ്പോൾ തുറക്കുക, വെച്ചവരാരും കാണുന്നില്ല, അവരൊക്കെ മോശമാണ്, മുഅ്മിനീങ്ങളല്ല എന്നൊന്നും ഇതിനർത്ഥമില്ല കേട്ടോ. പ്രത്യേക പരിഗണന കൊടുക്കുന്നവരെ മാത്രമേ അള്ളാഹു അങ്ങനെ ഫിസിക്കലി ബോഡി സംരക്ഷിക്കുള്ളൂ, അല്ലാത്തവരെ ആത്മീയമായി പരിപാലിക്കും. ശാരീരികമായ പരിപാലനം 99.3% ഇല്ല, എവിടെ? ഖബറിലില്ല. സാധാരണക്കാര അവസ്ഥ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇതിനാ നിങ്ങളെ പഠിച്ചത്, നിങ്ങൾ അതിലേക്ക് തന്നെ പൊക്കോ.
മണ്ണായിക്കോ, ബോഡി മണ്ണിലേക്ക് പോട്ടെ. ഇതാണ് സാധാരണ അവസ്ഥ. പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാര് VVIP എന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളെ ബോഡി അള്ളാഹു സംരക്ഷിക്കുള്ളൂ. നബിമാര്, ശുഹദാക്കള്, ഔലിയാക്കളിലെ പ്രത്യേകക്കാർ, അവരിതൊക്കെ സംരക്ഷിക്കുള്ളൂ. അല്ലാത്തവരെ ബോഡി പോവും. ബോഡി പോയാലും അവിടെ തെർബിയത്തുണ്ട്, ആത്മീയമായ റൂഹിയായ തെർബിയത്ത്. അതില്ലാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇല്ലാന്ന് വിശ്വസിച്ചാൽ പിന്നെ ഇസ്ലാമത്ത് ഔട്ടാ. നമ്മൾ ദുആ ചെയ്യുന്ന എന്താ? എൻ്റെ ഉമ്മച്ചിക്ക് നീ അവിടെ അത് കൊടുക്കണേ അല്ലാ, ഖബറിൽ ഇത് കൊടുക്കണേ അല്ലാ. അത് തുറന്നു നോക്കുമ്പോൾ എല്ലും കോലും, അല്ലെങ്കിൽ എല്ലും കോലും കാണാനില്ല. എന്നിട്ടും ദുആ ചെയ്യാണ്. വാപ്പാനെ വെച്ച ഖബറിലാ പിന്നെ ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാനെ കൊണ്ടുപോയി വെച്ചത്. വാപ്പാൻ്റെ ഒന്നും അവിടെ കാണാനില്ല. എന്നിട്ട് ദുആ ചെയ്യുക, വാപ്പച്ചിക്ക് അത് കൊടുക്കണേ അല്ലാ, ഇത് കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, അവിടെ സ്വർഗത്തിലെ മറ്റേ വിരുന്ന് കൊടുക്കണേ അല്ലാ, വികസിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവിടെ വെളിച്ചം കൊടുക്കണേ അല്ലാ. വെളിച്ചം കൊടുക്കാൻ റൂഹിയായ ആത്മാവിൻ്റെ രംഗത്ത് നിന്നുകൊണ്ടുള്ള പരിപാലനം അതെല്ലാ മുഅ്മിനീങ്ങൾക്കും കിട്ടും. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ആത്മാക്കളെ ലോകം, ദുന്യാവ്, ഖബർ, ഇതൊക്കെ വിശദീകരിച്ച് പറയാണ്ട് ഒറ്റടിക്ക് പറഞ്ഞു പോവാണ്. 3 ഘട്ടങ്ങൾ കഴിഞ്ഞ് 2 ഘട്ടമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുന്ന നമ്മൾ ചേമ്പുത്തും മീൻകൂട്ടാനും ചോറും മാങ്ങയും കിട്ടിയ കഥ അത് മാത്രം ഓതിയിട്ട് സ്തുതിച്ചാൽ പോരാ. ഈ കണ്ട ലോകത്തൊക്കെ പരിപാലിക്കുന്നവനായ റബ്ബേ എന്ന വിശാല അർത്ഥത്തിലേക്ക് മനസ്സ് സഞ്ചരിക്കണം. അതാണ് പാഠം. ഇൻഷാ അല്ലാഹ് മറ്റു 2 ലോകത്തെക്കുറിച്ചും കൂടി നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഹംദിൻ്റെ മറ്റു നിഗൂഢ മേഖലകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹുവേ, നീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ വിശാലാർത്ഥം ഞങ്ങൾക്ക് അറിയിച്ചു തരണമേ തമ്പുരാനെ. എന്നിട്ട് നീ പൊരുത്തപ്പെട്ട വിധം നിന്നെ സ്തുതിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.